ബലാത്സംഗ കേസുകളിലെ ആദ്യ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്ക് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. തിങ്കളാഴ്ച അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്നും അറസ്റ്റുണ്ടായാൽ ജാമ്യത്തിൽ വിടണമെന്നും കോടതി ഉത്തരവിട്ടു. യുവതിയുമായി രാഹുലിനുണ്ടായിരുന്നത് ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമാണെന്ന സൂചനയാണുള്ളതെന്നും ഗർഭഛിദ്രം യുവതിയുടെ സമ്മതപ്രകാരമാണെന്നും കോടതി വിലയിരുത്തി. രാഹുൽ മാങ്കൂട്ടത്തിന് കടുത്ത ഉപാധികളോടുകൂടിയാണ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ആദ്യ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ മുൻകൂർ ജാമ്യാപേക്ഷ നേരത്തെ തിരുവനന്തപുരം സെഷൻസ് കോടതി തള്ളിയിരുന്നു. ഇതിനെതിരെയുള്ള ഒരു അപ്പീൽ പെറ്റീഷൻ നിലയ്ക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയിൽ എത്തിയത്. വിശദമായിട്ടുള്ള വാദപ്രതിവാദത്തിനൊടുവിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. കർശന ഉപാധികളോടുകൂടിയാണ് ജാമ്യം. തിങ്കളാഴ്ച അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഹാജരാകണം. രാവിലെ 10 മുതൽ 4 മണി വരെ ചോദ്യം ചെയ്യാം. തുടർന്നുള്ള 3 ദിവസങ്ങളിലും രാഹുൽ മാങ്കൂട്ടത്തിനെ ചോദ്യം ചെയ്യാം. അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ ജാമ്യത്തിൽ വിടണം. അതോടൊപ്പം തന്നെ ഫോണും പാസ്പോർട്ടും സറണ്ടർ ചെയ്യണം. വൈദ്യപരിശോധനയ്ക്കടക്കം വിധേയമാക്കണം. കൂടാതെ സാക്ഷികളെ സ്വാധീനിക്കരുത്, ഭീഷണിപ്പെടുത്തരുത്. മാസത്തിലെ 2ാമത്തെ ശനിയാഴ്ചകളിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം തുടങ്ങിയ കാര്യങ്ങളാണ് കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം ഈ ഓർഡറിൽ ചില സുപ്രധാന പരാമർശങ്ങളുമുണ്ട്. അതായത് രാഹുലും യുവതിയും തമ്മിലുള്ളത് ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമാണെന്നാണ് പ്രഥമദൃഷ്ടിയായുള്ള സൂചനയെന്ന് കോടതി വ്യക്തമാക്കുന്നു. ഇതിലൊക്കെ ഒരു അന്തിമ തീർപ്പ് ഫൈനലൈസേഷൻ ട്രയൽ വേളയിലാണ് ഉണ്ടാകേണ്ടത്. അങ്ങനെ ഉള്ള ഒരു ബന്ധം തകരുമ്പോൾ അതൊക്കെ പീഡനക്കേസായി വരുന്നത് ശരിയല്ല, അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് കോടതി വ്യക്തമാക്കി. അതോടൊപ്പം ഗർഭചിത്രം യുവതിയുടെ കൂടി സമ്മതപ്രകാരമാണ് എന്നതാണ് കോടതി വിലയിരുത്തുന്നത്. അത് വാട്സപ്പ് ചാറ്റുകളാണ് അതിനുള്ള തെളിവുകളായി കോടതി പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സുഹൃത്താണ് ഇത്തരത്തിൽ ഈ മരുന്ന് നൽകുന്നത്. യുവതി ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഈ മരുന്ന് എത്തിക്കുന്നത്. അതോടൊപ്പം യുവതി വോളണ്ടറി ആയിട്ടാണ് ഇത് കഴിക്കുന്നത് എന്ന കാര്യവും കൂടി കോടതി അത് സൂചിപ്പിക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ നിർബന്ധം ചെലുത്തിയോ അല്ലെങ്കിൽ സമ്മർദ്ദം ചെലുത്തിയോ എന്നടക്കമുള്ള കാര്യങ്ങളും ട്രയൽ വേളയിലാണ് വെളിപ്പെടേണ്ടത് എന്ന കാര്യവും കോടതി അതിൽ പരാമർശിക്കുന്നുണ്ട്. എന്തായാലും രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഉത്തരവ് ഒരു ആശ്വാസകരമാണ്. എന്നാൽ അതിജീവിതയ്ക്കും പ്രോസിക്യൂഷനും ഇതിനെതിരെ അപ്പീൽ നൽകാവുന്നതാണ്. ഡിവിഷൻ ബെഞ്ചിലും സുപ്രീം കോടതിയിലടക്കം പോകാവുന്നതുമാണ്. നേരത്തെ 2ാമത്തെ ബലാത്സംഗ കേസിൽ കീഴ്ക്കോടതി രാഹുലിന് ജാമ്യം അനുവദിച്ചിരുന്നു. അത് തടയണമെന്നാവശ്യപ്പെട്ടുള്ള പ്രോസിക്യൂഷൻ്റെ അപ്പീൽ ഇപ്പോൾ പെൻഡിങ്ങിലാണ് ഹൈക്കോടതിയിൽ. അതോടൊപ്പം 3ാമത്തെ ബലാത്സംഗ കേസിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നേരത്തെ അറസ്റ്റിലായത്. അന്ന് ജയിലിൽ പോവുകയും അതിനുശേഷം പിന്നീട് ആ കേസിൽ ജാമ്യം കിട്ടുകയും ചെയ്തിരുന്നു. എന്തായാലും ആദ്യ കേസിൽ ജാമ്യം കിട്ടിയതോടെ 3 കേസുകളിലും ഇപ്പോൾ നിലവിൽ രാഹുൽ ജാമ്യത്തിലാണ് ഉള്ളത്. ക്യാമറമാൻ ശരത് തമ്പാട്ടുകാവിനൊപ്പം എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.